ഓടടിക്കുന്ന കേട്ടില്ലടാ? ഞാൻ കേട്ടിട്ട് കാര്യമുണ്ട് സാറേ. ഓ എന്നാ വായി നോക്കി നിൽക്കാണ്? എത്ര നേരം കൊണ്ട് ഫോൺ ബെല്ലടിക്കാണ്? എന്താണ് ഫോൺ എടുത്താല്? മര്യാദ കലക്കി ഞാൻ തൊപ്പി തെറിപ്പിക്കും കേട്ടോ. തൊപ്പി സാറ് വേണമെങ്കിൽ തൊപ്പി തെറിപ്പിച്ചോ, ഇങ്ങനെ തുപ്പളി തെറിപ്പിക്കല്ലേ സാറേ. എന്തോന്നിത്? ശരി, കളിയാക്കാണല്ലേ? പരിഹാസം അടിച്ച് നിന്നാ മതിയല്ലോ. ഡ്യൂട്ടി സമയത്ത് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം എത്ര നേരമായിട്ട് കേൾക്കാണ്? ദേ ഫോൺ അടിക്കുന്നു. സാറെടുത്തു. ഹലോ ഹലോ ആ ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? അതെ, പോലീസ് സ്റ്റേഷൻ ആണല്ലോ. അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ട്. അത് ഓടുന്നുണ്ടോ? പിന്നെ നല്ല കണ്ടീഷൻ ആയിട്ട് ഓടുന്നുണ്ട്. എന്നാ അത് പിടിച്ചു നിർത്തിക്കോ, അല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളെ. ആരാ നീ? ആരാ നീ? നീ കളിയാക്കാൻ വിളിച്ചാണോ? അതെ. നീ എവിടെ നിൽക്കുന്നേ? ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് പിടിക്കാനല്ലേ? പിന്നെ അല്ല, നിനക്ക് ഒന്നൊരു ഉമ്മ തരാടാ. നീ എവിടെ നിൽക്കുന്നു പറയടാ. പറയത്തില്ല. പറയത്തില്ലേ? ആരായിരുന്നു സാറേ? ഒരുത്തൻ എന്നിട്ട് പറ്റിക്കാൻ വിളിച്ചായിരുന്നു. അതെ, കൊറേ നേരമായിട്ട് എന്നെ പറ്റിക്കോ, അതാ ഞാൻ ഫോൺ എടുക്കാത്തത്. പിന്നല്ല. അത് ശരി, കൊറേ എണ്ണം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഇവന്റെയൊക്കെ ടവർ കണ്ടുപിടിച്ച് നമുക്ക് പൊക്കണം. അത് അവൻ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. ലാൻഡ് ഫോൺ തന്നെ വിളിക്കുന്നു. സുമയെടുക്ക്. സാറെട്. സുമയെട്. സാറെട്. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഇല്ലടാ. എന്താ? എടാ നാറി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് ഇറങ്ങി ഓട്, അവിടെ പിടിച്ചു വെച്ചേക്കണോന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അനുഭവിച്ചോ പോയി? നീ എവിടെ നിൽക്കുന്നു പറയത്തില്ല. അപ്പന്റെ മോനാണ്. എപ്പോഴാ നീ? ആഹാ, എന്റെ കൈ കിട്ടിയല്ലോ. ഇടിച്ചതിന്റെ കൂമ്പിയാൻ മാട്ടെ കേട്ടോ റാസ്കൽ. കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പറ്റിക്കാൻ വേണ്ടിട്ട് എടുക്കോ സാറേ? പറ്റിക്കാൻ വേണ്ടിട്ട് സാറേ, ഒരു പരാതിക്കാരൻ വന്നിട്ടുണ്ട്. കുറെ നേരമായിട്ട് വന്ന് നിൽക്കുക. പരാതിക്കാരനോ? വീട്ടിൽ ഇരുന്ന് ഭാര്യയുടെ പരാതി കേട്ട് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വിളി. എന്റെ അവസ്ഥ എന്തോ സാറ് പറഞ്ഞാൽ തോന്നുന്നു സാറിന് മാത്രമേ ഉള്ളൂ. എടാ കേറി വേണോ? ഇവിടെ വെള്ളം എടുക്കുന്നത് ഒരു സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോ ഇങ്ങനെയാണോ വരുന്നത്? അല്പം മര്യാദക്ക് വരാൻ പാടില്ല. ഈ രണ്ട് കയ്യിൽ സാധനം ഇരിക്കണോണ്ടോ? അത് രണ്ട് കൈ സാധനം ഞാൻ അടിച്ചു തരാനോ? ഒന്ന് അടിച്ചത്. അയ്യോ സാറേ, അവന്റെ മുണ്ടടിക്കാൻ ഞാന് എന്റെ കൈ സാധനം ഇരിക്കണുണ്ടല്ലോ. ഇവരൊക്കെ മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്. അതെ. ഓക്കെ സാറേ, എനിക്ക് ഒരു ചെറിയ ഓക്കെ. ഇത് ആദ്യമേ അതുകൊണ്ട് താത്ത് വെച്ചിട്ട് നിനക്ക് മുണ്ടടിച്ചാൻ പാടില്ലായിരുന്നു. അപ്പൊ മുണ്ടടിക്കണ്ടേ? മുണ്ടടിച്ചാലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ബഹുമാനത്തിലൂടെ വെക്കേണ്ട സാധനമല്ലേ ഇത്? ഇതൊക്കെ എവിടുന്നാണ് കുറ്റിയും പറിച്ചോണ്ട് കയറി വരുന്നത്? എന്താ നിന്റെ പ്രശ്നം? സാറേ, നാളെ വിഷു. വിഷു ആൾ ദ ബെസ്റ്റ്. അതല്ല, പിന്നെ വിഷുവായിട്ട് എനിക്കൊരു പരാതി പറയാൻ വേണ്ടി വന്നാ. എന്നെ ഒന്ന് സഹായിക്കണം. എന്താ പരാതി എന്ന് പറ. സാർ, വിഷുവിന് ഞാന് ഒരു 1000 രൂപ പടക്കം ആ മുരുക ഫയർ വർക്സിൽ നിന്ന് മേടിച്ചു. അതിന് ഒരു ഒറ്റ എണ്ണം പൊട്ടണില്ല. പൊട്ടുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല പടക്കത്തിന്. വീട്ടിലാകപ്പാട് പ്രശ്നം. എന്താ പ്രശ്നം വീട്ടില്? വീട്ടിലെന്ന് പറഞ്ഞാൽ അവള് കുടുംബശ്രീയുടെ പൈസ അവിടെ വെച്ചിരുന്നത് 1000 രൂപ നിന്ന് അടിച്ചു മാറ്റിയാണ് ഞാൻ പടക്കം മേടിച്ചത്. ആകപ്പാട് വർഷത്തിലൊരു വിഷു. പൊട്ടുമ്പോ ഇങ്ങനെ ചെവിന്ന് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ടല്ലോ നമുക്ക് ഒരു അർമാദിക്കാൻ പറ്റുള്ളൂ. പടക്കം പൊട്ടിക്കുമ്പോ ഇവന്റെ ചെവിന്ന് ഇയാൾക്ക് സംതൃപ്തി കിട്ടത്തുള്ളതാ. എന്നാലും സാറേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. പടക്കം നിന്നോട് ചോദിച്ചോ ഇത് വല്ലോ? ഇവന്റെ അഭിപ്രായം ഉണ്ടല്ലോ. ഇത് നമ്മള് ഞാൻ കാണിച്ചത് ഇതിപ്പം പീടി ഉണ്ടാവോ സാറേ? പടക്കം പൊട്ടിക്കാൻ പോകണം. ഒച്ച കേൾക്കണ്ടേ സാർ? സാറിനെ ഒന്ന് കാണണം. സാറിനെ സാക്ഷ്യപ്പെടുത്തണ്ടേ ഇത്? ശരിയാ. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പടക്കം മേടിച്ചാണെന്ന് സാർ ഓർക്കണം. സാധാരണ നമ്മളൊരു പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ട സാധനം. ആ സ്ഥാനത്താണ് ഈ പൊട്ടാത്ത പടക്കം നിന്ന് പറ്റിച്ചത്. അത് ശരി, സാറിന് മനസ്സിലാക്കണം. നീ വാ ഒരു പരാതി എഴുതി തന്നേരെ. ഞാൻ അന്വേഷിക്കാതെ. അല്ല, പൊട്ടാത്ത പടക്കം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നീ വെള്ളത്തിലെങ്ങാനും കൊണ്ടിട്ടായിരുന്നു? നല്ല പടക്കമല്ലോ, നല്ല സൂപ്പറായിട്ട് പൊട്ടിയല്ലോ. അതെന്ത് പൊട്ടില്ലേ? ഒച്ച സൗണ്ടില്ല. സൗണ്ട് ഇങ്ങനെ കേൾക്കണം. നമ്മള് അതിൽ ഇങ്ങനെ എനർജി ഉണ്ടാവണം. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല സാറേ. വിഷുവായിട്ട് വർഷത്തിൽ ഒരു ദിവസം വിഷുവും വരും. അതിന് സൗണ്ടില്ല, പടക്കത്തിന് സൗണ്ടില്ല. സൗണ്ട് കേൾക്കണം. എനിക്ക് പൈസ മേടിച്ചെന്ന് 1-2 പടക്കം പൊട്ടിട്ട് കാര്യമുണ്ടോ? അപ്പം അതെ, ആ മുരുകനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള പരിപാടി വെക്കും. നിങ്ങൾ വെറുതെ ചുമ്മാ ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടന് വെള്ളം വല്ലതും വേണോ? വേണ്ട.
സാറേ അറിയാണ്ട് അവര് ഞാൻ പെട്ടെന്ന് ആ ഒരു മൂടി കയറിയിരുന്നു പോയതാണ്. അവനോട് എനിക്ക് എന്റെ പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ പടക്കം തിരിച്ചെടുക്കണം. സാറ് ഒരു പോലീസുകാരൻ എസ് ഐ അല്ലേ സാർ, എന്നെ സഹായിക്കണം. പടക്കം പൊട്ടുന്ന ചെവിന്ന് ഈ എന്നുള്ള സൗണ്ട് കേട്ടാ മതിയല്ലോ. വിഷു അല്ലേ? ഇനി വന്നാട്ടെ എന്നാ സാറേ എന്തേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് കിട്ടുന്നത്. ഈ സാധനം എനിക്ക് കിട്ടുന്നത്. ഓക്കെ ഇപ്പൊ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഹാപ്പി വിഷു. ഓക്കെ. ഇതെന്തോന്ന് സാറേ ഇത് രാവിലെ ഇറങ്ങിയേക്കുന്നേ? അയ്യോ അപ്പൊ നാളെ വിഷു ആണല്ലേ? നാളെ വിഷു സാർ. അയ്യോ പൊളിഞ്ഞു. എന്തെന്ന് കാര്യം? എല്ലാ വർഷവും ഞാൻ ഗംഭീരമായ രീതിയിൽ വിഷുക്കണി കാണുന്നതാണ്. ഈ വർഷം അത് നടക്കത്തില്ല. അയ്യോ ഈ വർഷം ഇപ്പം നമ്മൾ ഇവിടെ ആയിപ്പോയില്ലേ? ഇവിടെ പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും എന്റെ അമ്മ എന്റെ പുറകെ കൂടെ വന്ന് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ കണ്ണ് പൊത്തി ഇങ്ങനെ കൊണ്ടുവന്ന് വിളക്കിന്റെ മുന്നിൽ വന്നാണ് കണി കാണിക്കുന്നത്. ഇപ്പൊ അമ്മ അവിടെ അല്ലേ, ഞാൻ ഇവിടെ അല്ലേ, ഡ്യൂട്ടിയിലല്ലേ. നാളെ നേരം വിളക്കുമ്പോ വിഷുക്കണി കാണണ്ടേ? അതിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഈ വർഷത്തെ എന്റെ പോയി, ഈ വർഷം പോയി. നമ്മളൊരു നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം ഗംഭീരമാകുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അല്ല സാറേ എനിക്കറിയാം ഇതെങ്ങനെ ഒരുക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊന്നും ചെയ്യത്തില്ല. ഫോൺ വരുന്നു, ഒരു മിനിറ്റ്. അമ്മയാണ് വിളിക്കാൻ. ഹലോ ഹലോ അമ്മേ. എടാ മക്കളെ, എന്തോ? നാളെ വിഷു അല്ലേ? നാളെ വിഷു ആണമ്മേ. വിഷുക്കണി കാണണ്ടേ മക്കളെ? എങ്ങനെ കാണും അമ്മേ? അമ്മ അവിടെ, ഞാൻ ഇവിടെ അല്ലേ അമ്മേ. ദേ വിഷുക്കണി കണ്ട ഐശ്വര്യപൂർണമായ ഒരു വർഷമാ കിട്ടുന്നത്. അതെനിക്കറിയാമേ. ഇല്ലെങ്കിൽ ചുക്കി ചുളിഞ്ഞ് നാശമായ ഒരു വർഷമായിരിക്കും എന്റെ വർഷം ഈ വർഷം പോയമ്മേ. ദേ ഈ വർഷം അമ്മ അവിടെ ഇല്ലെന്ന് വിചാരിച്ച് മക്കള് കണി കാണാതൊന്നും ഇരിക്കല്ലേ കേട്ടോ. ഓക്കെ, ഞാൻ എങ്ങനെയാലും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ. അമ്മയാ വിളിച്ചത്. അമ്മ അപ്പൊ പറഞ്ഞത് ഒരിക്കലും വിഷുക്കണി മുടക്കരുത്. അയ്യോ. എങ്ങനെയും കാണുന്നത് സുമിക്കറിയോ ഇതെങ്ങനെയാണ് സംഭവം? സാറേ എനിക്കറിയാം. എന്താ വെച്ചാലേ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സവോള, ഉള്ളി, പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെന്തായിരുന്നു വാഴയ്ക്ക വേണം, പിന്നെ വെള്ളരിക്ക വേണം, മത്തങ്ങ വേണം, പിന്നെ ഒരു ശകലം തുമരപ്പരിപ്പൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും. സാമ്പാർ വെക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, വിഷുക്കണി ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? അല്ല ഞാൻ കണ്ടിട്ടുണ്ട് സാറേ ഇതെല്ലാം വെച്ച്. സാറേ എന്താ കേരളത്തിന്റെ കാർഷിക ഉത്സവമാണ് വിഷു. കേരളത്തിന്റെ കാർഷിക ഉത്സവം എന്തുവാണ്? കാർഷിക ഉത്സവമാണ് വിഷു. കാർഷിക ഉത്സവം. അതിന്റെ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷുക്കണി, വിഷു കൈ നീട്ടം, സാധനം. കൊള്ളാല്ല. ഇതിന് കൃത്യമായിട്ട് അറിയാം. നിനക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ. സാറ് എന്നെ ഒരു അരമണിക്കൂർ വിട്ടു തരണമെങ്കിൽ സാറിനെ ഞാൻ കണി കാണിക്കാം. ഞാൻ പുറത്തു പോയി ഒരു കണി സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇല്ല പറ്റത്, അത് ശരിയാവത്തില്ല. ഇവനൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് ശരിയാവുന്നു. സാറ് നിസ്സാര കേസുള്ളൂ. എന്ത്? സാറിന്റെ വീട് എന്നിട്ട് സാറ് കിടന്നുറങ്ങിക്കോ. കുറച്ച് കഴിയുമ്പോ ഞാൻ കണി സെറ്റ് ചെയ്തിട്ട് സാറിന്റെ കണ്ണ് പൊത്തിയിട്ട് ഞാൻ വിഷുക്കണി കാണിച്ചു തരും. അല്ലല്ല, എന്റെ കണ്ണു പൊത്തി കാണിക്കുന്നത്, എന്റെ കണ്ണു പൊത്തി കാണിക്കുന്നത് എന്റെ അമ്മയാണ്. സാറിന്റെ അമ്മയാണ് ഞാൻ കുറച്ചു നേരത്തേക്ക്. സാറിന്റെ അമ്മയാവാൻ ഞാൻ. അമ്മയാവാ? സാറിന്റെ അമ്മയാവാൻ കുറച്ചു നേരത്തേക്ക്. നീ എന്റെ അമ്മയാകുന്ന കുറച്ച് നേരത്തേക്ക്. നീ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നത് ഇവിടെ? എന്റെ പൊന്നു സാറ് നിസ്സാര കേസാണ്. എന്റെ അമ്മക്ക് പെൻഷൻ കിട്ടിയപ്പോ ആ പൈസ എന്റെ കയ്യിൽ നിർബന്ധിച്ചേൽപ്പിച്ച്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ അമ്മ പുറപ്പെട്ടു പോയി കളഞ്ഞു. എന്നിട്ട് ആ അമ്മനെ ഞാൻ വർഷങ്ങളായിട്ട് നിരന്തരം ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു പറഞ്ഞ് ഇവിടെ ആവശ്യമില്ലാണ്ട് പോലീസ് പിടിച്ചോണ്ട് വന്നതാണ്. സാറേ വെള്ളത്തരോ സാറേ? ഇവനാണെങ്കിൽ ആ തള്ളയുടെ പെൻഷൻ പിടിച്ചു മേടിച്ചു വെച്ച് ഇവൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു സാറേ. എന്നിട്ട് അവൻ ആ വീട്ടിൽ കയറി താമസിച്ചു. ആണ് നാട്ടുകാര് പരാതി പറഞ്ഞിട്ട് ഇവനെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. ഈ നീയാണ് എന്റെ അമ്മയുടെ വേഷം കെട്ടാൻ വരുന്നത് അല്ലേ? അമ്മാവൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനാവാം. കാരണം ഞാൻ ഇവിടുന്ന് ഓടിക്കളയില്ല, ഉറപ്പാണ്. കാരണം നാളെ നേരം വെളുക്കുമ്പോ എന്റെ വക്കീലൂര് എനിക്ക് ജാമ്യം കിട്ടും. പിന്നെ ഞാൻ എന്താ ഇവിടുന്ന് ഓർഡർ? ഇന്ന് രാത്രിയല്ലേ നമുക്ക് എല്ലാവർക്കും നിന്ന് കണി കാണാന്ന്. വെള്ളരി, പിന്നെ കണിക്കൊന്ന, പറങ്കി മാങ്ങ, അണ്ടിയോട് കൂടിയ മാങ്ങ വേണം, പറങ്കി മാങ്ങ, പിന്നെ മറ്റേത് എല്ലാ സാധനങ്ങളും വെച്ചിട്ട്, മത്തങ്ങയിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഞാനൊരു കണിയൊക്കെ സെറ്റ് ചെയ്യും. അറബുള്ള കണ്ണാടി വേണം. എല്ലാ കണ്ണാടി ഞാൻ ഒപ്പിച്ച് കൊണ്ടുവരാന്ന്. ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ ഉറക്കം ഉണരുമ്പോ എനിക്ക് കണി കാണണം. ഞാൻ കാണിച്ചു തരാന്ന്. എന്നെ വിശ്വസിക്കുന്നേ. കുഴപ്പക്കാരനാന്ന് തോന്നുന്നില്ല സാറേ. സാറിയുമ്പോ വിശ്വസിക്കില്ല, ഇവൻ കള്ളനാണ്, ഇവൻ മുങ്ങിക്കളെ. പെങ്ങള് ആരാണ്? എന്റെ പെങ്ങള്? ആരാണ് എന്റെ പെങ്ങളെ? കൊണ്ടുവരാന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്താണ് എന്ത് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് കണി കണ്ടേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യും, വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എവിടെ വെച്ചാൽ ഞാൻ പൊക്കും, ഇടിയാൻ തരും. ഉറപ്പായിട്ടും എല്ലാം സെറ്റ് ചെയ്യണം. എങ്കിലും ഞാൻ പോയിക്കോട്ടെ സാർ. കറക്റ്റ് ആയിരിക്കണം സാറേ. സാറ് വിശ്വസിച്ചങ്ങ് വിട്ടോ അവനെ? അവനെ അത്ര കുഴപ്പക്കാരനല്ല, അവന്റെ മോൻ കണ്ടാൽ അറിയാം. സാറേ വേറൊരുത്തൻ വന്നിരിക്കുന്നു. എന്താണ് അവിടെ കിടന്ന് കറക്കുന്നത്?
നീടാ പൊക്കിൾ ഷോ നടത്തിക്കൊണ്ട് വരുന്നേ സാറൊരു പരാതി പറയാൻ വേണ്ടി വന്നാ. പരാതിയോ? ആ. അതൊക്കെ പറഞ്ഞാ പോരെ. നീ ഇത് ഉടുപ്പ് നോക്കി. പരാതി പറയട്ടെ സാർ. എന്താ നിന്റെ പണാതി? ലേഡീസ് ഹോസ്റ്റലിൽ 2 പേര് ഒളിച്ചോടി പോയി. ആ, അതിന്റെ പരാതി ഞാൻ കേട്ടായിരുന്നു. സംഭവം ഞാൻ കേട്ടായിരുന്നു. ആണല്ലേ? ഒരു പരാതി എഴുതി തന്നാൽ ഞാനൊന്ന് അന്വേഷിക്കാം. ആ, ഓ ശരി. പിന്നെ ആ. ഞാൻ പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയണം. എന്നാ പിന്നെ ഞാൻ 10ാം ക്ലാസ് ജയിക്കത്തില്ലായിരുന്നു. നിന്നോട് പരീക്ഷയുടെ ചോദ്യം ചോദിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇല്ല. ആ ഹോസ്റ്റലിലെ വാർഡനില്ലേ, ആ. വാർഡനെ സെക്യൂരിറ്റി ഇവിടെ കൊണ്ടുവരണം. അവരോട് ഞാൻ ചോദ്യം ചോദിക്കാം, അവര് കൃത്യമായിട്ട് ഉത്തരം പറയണമെന്നാ പറഞ്ഞത്. അത് നടക്കത്തില്ല. എന്താ? ആ സെക്യൂരിറ്റിയും വാർഡനും കൂടെ ഒളിച്ചോടി പോയത്. അയ്യോ, സെക്യൂരിറ്റി വാർഡനോടാണ് ഒളിച്ചോടി വിളിച്ചോളി പോയത്. അതിന് നിനക്കെന്താണ് പരാതി? അവര് പൊക്കോട്ടെ, അവരടിച്ചു വിളിക്കട്ടെ. എന്താ? ആ വാർഡൻ എന്റെ ഭാര്യയാണ് സാർ. നിന്റെ ഭാര്യയായിരുന്നു? ആ, ഒരു ഇഷ്യൂ അടിച്ചു വിളിക്കാൻ വേണ്ടി പോയത്. അത് നിന്റെ ഭാര്യയായിരുന്നു. നീ എവിടെ ആയിരുന്നാ? നീ എവിടെ ആയിരുന്നു? വീട്ടിലൊന്നും പോകാറില്ലേ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം പോണമായിരുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നീ ആ സെക്യൂരിറ്റിയുടെ ഭാര്യയായിട്ട് എവിടെയെങ്കിലും പോയി വിഷു അടിച്ചു വിളിക്കേ. അടിച്ചു പൊളിച്ചു. അടിച്ചു വിളിച്ചാ? അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അല്ല, അങ്ങോട്ട് ചെന്നപ്പോ അവരെന്റെ കരണക്കുട്ടി അടിച്ചു പൊളിച്ചാ പറഞ്ഞു. ആണോ? നിനക്ക് കരണക്കുട്ടിയല്ല, നിന്റെ തലമണ്ട അടിച്ച് കിരണമായിരുന്നു. എടാ, അവരെ കണ്ടുപിടിക്കണോ? വേണം. വേണം. ഒരു പരാതി എഴുതിക്കൊണ്ടു വാ. ആ, കൊണ്ടുവരാം. എഴുതിക്കൊണ്ടു വാ. പോട്ടെ. അവിടെ റൈറ്റ് പരാതി എഴുതിയിട്ട് നേരെ കൊണ്ടുവന്നാ മതി കേട്ടോ. ഞങ്ങൾ അതെന്താന്ന് വെച്ചാൽ ചെയ്തോ. ശരി ആന്റി. ശരി ശരി ആന്റി. ആന്റിയോ? മാഡം. അപ്പൊ നമുക്കങ്ങ് ഡ്യൂട്ടി തുടങ്ങിയാലോ സാറേ? സമയം രാത്രിയായി. ഇന്ന് വേറെ കേസൊന്നും ഇല്ല. വേറെ ഒന്നും ഇല്ല. ഞാൻ ഉറങ്ങട്ടെ. കിടന്നു. ശരി സാർ. അവൻ വരുമോ സാറേ? അവൻ വരും. അവൻ വരുമ്പോ എന്നെ കൂടെ വിളിക്കണേ. ആ, ഉണ്ണി എഴുന്നേക്കുക. കണി കാണുന്നുണ്ട് എന്റെ കുട്ടന്. അമ്മേ എഴുന്നേക്കുക. പതുക്കെ മെല്ലെ അയ്യോ നടന്നോളൂ. ഇരുട്ടാണല്ലോ. അമ്മ എന്ത് കുട്ടാ, നീ പേടിക്കണ്ട, നടന്നോളൂ നീ. എവിടെയാ ഇത്? എവിടെയാ? ഇനി കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കണ്ണങ്ങ് തുറന്നോളൂ. കൈകൊട്ടി പിടിക്കാം. ഈ ചെക്കനെ ഒന്നും അറിയില്ല ഈ കുട്ടിക്ക്. എങ്ങനെയുണ്ട് സാറേ കണി? ഇത് നീ ആരാ ചെയ്തത്? ഒളിച്ചില്ല ഞാൻ. സൂപ്പറായി. ഞാൻ പറഞ്ഞില്ല, 1/2 മണിക്കൂർ തന്നു കഴിഞ്ഞാല് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന്. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഇടുന്ന കണിയല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം സത്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ അമ്മ പോലും ഇത്ര മനോഹരമായിട്ട് കണി ഒരുക്കിയിട്ടില്ല. അല്ല, എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടതാണെന്നറിയോ? ഭഗവാന്റെ ആ ഇതുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി. എത്ര വീഡിയോ കയറി ഇറങ്ങിയെന്നറിയാമോ? ഒറ്റ വീട്ടിലും കിട്ടില്ല. എല്ലായിടത്തും കൃഷ്ണനെ എൻഗേജഡ് ആണ്. പിന്നെ ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അങ്ങനെ ഞാൻ പോരുമ്പോഴാണ് നമ്മുടെ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് കണ്ണന്റെ അമ്പലമില്ലേ, ആ അമ്പലത്തിൽ കയറി ഞാൻ നോക്കിയപ്പോ ദേ ഇരിക്കണ ഒരു വിഗ്രഹം. അവിടുത്തെ പഞ്ചലോക വിഗ്രഹം അടിച്ചോണ്ടാണ് ഞാനീ വന്നേക്കുന്നത്. അവിടുത്തെ പഞ്ചലോക വിഗ്രഹം കണി കാണാൻ കൊണ്ടുവന്നത്. മഹാപാപി, അത് കണ്ടോണ്ട് നീ ഇങ്ങോട്ട് എന്തിനാ വന്നത്? പിന്നെ സാറിനല്ലേ കണി കാണുന്നത്? അവിടുത്തെ CCTV-യിൽ നീ പതിഞ്ഞോ? അത് കുഴപ്പമില്ല സാറേ, ഞാൻ അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പോലീസ് സ്റ്റേഷനിലേക്ക് കണി കാണുന്നതിന് ആവശ്യമായിട്ട് ഞാനിത് അല്പനേരത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് സ്വന്തം SI എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോത്തേക്കണം. ഞാൻ അന്നേരേ പറഞ്ഞതാ ഈ കണി കെണിയാവുമെന്ന്. അപ്പൊ സാറിന്റെ ഈ വർഷത്തെ കണി അതൊരു വലിയ കെണിയായി പോയില്ലേ?